നമ്മുടെ നാടകീർത്തും സംഗീത അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അതിൻ്റെ അംഗവുമായിട്ടുള്ള രാജ്മോഹൻ നീലേശ്വരം മാടമോക്ഷത്തിൻ്റെ രചയിതാവ് ഫെസ്റ്റിവൽ ബുക്ക് ഏറ്റുവാങ്ങിയത് അതും ഒരു ചരിത്ര മുഹൂർത്തമാണ്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും. ആദരണീയരെ, ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. പലപ്പോഴും ഈ അപ്രതീക്ഷിതം എന്ന് പറയുന്ന സംഭവം ചാക്കോ മാഷ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു ഹൃദയബന്ധത്തിൻ്റെ ഭാഗമാണ്. ആ മനുഷ്യനുമായിട്ട് എത്രയോ കാലമായിട്ട് വളരെ അടുത്തൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. ആത്മാർത്ഥമായ സ്നേഹം, ഇഷ്ടം, വലിയ പ്രോത്സാഹനം ഒക്കെ നൽകുന്നൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചാക്കോ മാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു ഫോൺ വിളിച്ചിരുന്നു. മൂപ്പറന്നേരം ഫോൺ എടുത്തില്ല. സാധാരണ എന്തായാലും ഫോൺ എടുക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. പക്ഷെ ഞാൻ നടന്ന് ഇവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇതേപോലെ ചാക്കോ മാഷ് തന്നെയാണ്. മാഷ് തന്നെയും മാഷിൻ്റെ ഭാര്യയും മകനും ഒക്കെ വളരെയധികം എൻ്റെ വീട്ടിലൊക്കെ മാഷ് വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അധികം പറയാൻ ആളല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാറ്റിൻ്റെ അപ്പുറത്തേക്ക് ഈ കാലം ആവശ്യപ്പെടുന്നത് മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ്. വളരെ പഴയ കാലത്ത് അയമോൻ്റെ നാടകം ചെയ്യുന്നല്ല മനുഷ്യനാകാൻ നോക്കുക എന്നുള്ളതാണ്. അതൊരു നാടകത്തിൻ്റെ പേരല്ല സത്യത്തിൽ. അത് നാടകം, എല്ലാ നാടകവും മനുഷ്യരോട് പറയുന്നത് നീ നല്ല മനുഷ്യനാകാൻ നോക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്. ഒറ്റ കാര്യം, മാമുക്കോയ പറഞ്ഞൊരു വലിയൊരു സത്യമുണ്ട് കലയെ സംബന്ധിച്ചിടത്തോളം. വയലാർ എന്ന ഹിന്ദു പാട്ടെഴുതുന്നു, യേശുദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ പാടുന്നു, അതുപോലെ പ്രേം നസീർ എന്ന മുസ്ലിം അഭിനയിക്കുന്നു. ഇതുപോലൊരു മൈത്രി നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ പ്രസക്തമാണ്. ഈ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിഭാഗീയതയും അത്രയും മനുഷ്യൻ ഇടുങ്ങി ചിന്തിക്കുകയും ചെയ്യുന്ന, ഏത് സമയത്തും ഒരു തീപ്പൊരി പാറുന്ന, അത്രേ വേണ്ടു ആളിക്കത്തിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് നാം ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഭയം ഒരു വികാരമായി മാത്രമല്ല, അതൊരു യൂണിഫോമായി മാറുന്ന ഒരു കാലത്തിലാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതാൻ ഭയം, നീങ്ങാൻ ഭയം, പറയാൻ എല്ലാം ഭയപ്പെടണമെന്ന്. ഒരു വാക്കുപോലും മര്യാദയ്ക്ക് ഇപ്പം മുമ്പ് മരമേടൻ എഴുതുന്ന ആ കാലത്ത് അത്രയും ആർജവത്തോടെ പുതിയ കാലത്ത് എനിക്ക് എഴുതാൻ കഴിയുമെന്ന് സംശയമാണ്. പലതും വലിയ പ്രശ്നമാണ്, വിമർശനങ്ങൾ. എന്നാലും ഒരുവിധം ധൈര്യപൂർവ്വം എഴുതുകയാണ്. സാമൂഹിക അന്തരീക്ഷം പക്ഷെ ജനങ്ങൾ സത്യത്തിൽ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്രാവശ്യം മാടമോക്ഷത്തിൽ എല്ലാ സമകാലിക പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു സാമൂഹിക വിമർശനങ്ങളെ നടത്തുമ്പോൾ ജനങ്ങളത് ഗംഭീരമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പഴി വീഴുന്നുണ്ട്. ഏത് സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ബോംബ് വീഴുക, അതാണല്ലോ അവസ്ഥ. ജാനകി എന്ന് പറയാൻ പറ്റില്ല, പാർലമെൻറ്റിൽ ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് അതീവ രീതിയിൽ ഞാൻ ഡേവിഡ് സാറിലൊക്കെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഭയങ്കരമായ പ്രയാസങ്ങളാണ്. ഇപ്പോൾ ഒരു നാടകം എഴുതിയിട്ട് സ്ക്രിപ്റ്റ് കൊടുത്താലുള്ള അനുഭവം തന്നെ ഞാൻ പറയും. ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് തെരുവ് നാടകങ്ങൾ എഴുതി കയ്യിൽ കൊടുക്കുമ്പോഴാണ് അതിന് സംവിധായകൻ പറഞ്ഞു, മാഷ് ഇത് പറഞ്ഞാൽ വലിയ പ്രശ്നമാവും, ഇത് പറഞ്ഞാൽ മറ്റൊരു വലിയ പ്രശ്നമാവും, ഇത് അവർക്ക് ഇഷ്ടാവില്ല, അപ്പോൾ ആ ഭാഗം ഒന്ന് മാറ്റണം, ഈ ഭാഗം ഒന്ന് മാറ്റണം. ഭയങ്കര കോംപ്രമൈസിങ് ആണ്. പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ഭേദം എന്ന് തോന്നുന്നു. റിഹേഴ്സൽ ക്യാമ്പിന് പോകാണ്ടിരിക്കുക, സ്ക്രിപ്റ്റ് കൊടുക്കുക. പക്ഷേ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നാടകം കാണുമ്പോഴാണ് ചിലപ്പോൾ നെഞ്ച് പടക്കുക. കാരണം ചിലപ്പോൾ അതിന് പല സാധനങ്ങൾ ഊരിപ്പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നാടകം നാടകം എന്ന് പറഞ്ഞാൽ എഴുത്തല്ലല്ലോ പ്രധാനം, അതൊരു ഘടകം. അതിൻ്റെ അവതരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് നടനിലൂടെയാണ് എത്തുന്നത്. നടൻ്റെ ആഖ്യാനമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ, പഴയ ആളായ നമ്മൾ തന്നെ പുതിയ കാലത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങളിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴും ചില മനുഷ്യർ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മാഷ്ക്കൊക്കെ കുറേ വയസ്സായില്ലേ, ഇപ്പോഴും എന്തിനാ ഈ നാടകം കൊണ്ടൊക്കെ നടക്കുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, നിങ്ങൾക്കെല്ലാം ഭ്രാന്താണോ, എത്രയോ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു ഉത്തരം, നമ്മളെപ്പോലെ കുറേയുള്ള ഭ്രാന്തന്മാരുണ്ടായത് കൊണ്ടാണ് നിങ്ങളെല്ലാം ഭ്രാന്തില്ലാതെ നടക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് സത്യം. കുറേ ആൾക്കാർ ഭ്രാന്ത് കിട്ടി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സമൂഹം കുറേയെല്ലാം ഇങ്ങനെ ഭ്രാന്തില്ലാതെ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭ്രാന്തനാണ് ചാക്കോടി മാഷെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല നഷ്ടങ്ങളും, പല കഷ്ടങ്ങളും, വീഴ്ചകളും, എന്നാലും അത് വിടില്ല എന്നുള്ളതാണ്. വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന് പറയുന്നത് പോലെ ഞാനിത് വിടില്ല എന്നുള്ള ആ ഇച്ഛാശക്തി, അതിനെ അദ്ദേഹത്തെ മാത്രം അഭിനന്ദിച്ചിട്ട് കാര്യമില്ല, ടീച്ചറേയും കൂടി പറയാം. ടീച്ചറുടെ എല്ലാ സപ്പോർട്ടും ഇല്ലെങ്കിൽ ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പലപ്പോഴും നമ്മളത് വിസ്മരിക്കുന്നൊരു കാര്യമാണ്.
കുടുംബം നമ്മുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അതും വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മറ്റ് പ്രസംഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം കാലത്തെ ഓർമ്മിപ്പിക്കുക, എന്താണ് ഈ കാലമെന്നും എന്താണ് സംഭവമെന്നും എന്താണ് മനുഷ്യനെന്നും എന്താണ് സഹജീവിയെന്നും എന്താണ് നമ്മുടെ സംഘർഷമെന്നും. അതുകൊണ്ട് നമുക്കൊക്കെ ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ, ഈ അർത്ഥത്തിൽ മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ, ഇത് ചെറിയ ആളെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മനസ്സുകൊണ്ട് എത്തപ്പെടുന്ന വളരെ കുറച്ച് ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചില തുരുത്തുകൾ എവിടെയും ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വേദിയും അതുപോലുള്ള സദസ്സിൻ്റെയും മുമ്പിൽ നിന്ന് 2 വാക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സ്നേഹവും മാത്രം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിനോട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇ ടി ഡേവിസ് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭരത് പി ജെ ആൻ്റണി സ്മാരക നാഷണൽ ഡോക്യുമെൻ്ററി ആൻഡ് ഫിലിം ഫെസ്റ്റ് നല്ല രീതിയിൽ നടത്താൻ നേരത്തെ സുനിൽ സുഗതയൊക്കെ ആശംസിച്ചതുപോലെ കുറേ കൂടി തിയേറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയും ബിഗ് സ്ക്രീനിലൊക്കെ ഈ ഫെസ്റ്റിവൽ തുടരാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളതിൻ്റെ സംഘാടനമൊക്കെ ആലോചിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റു പല കാര്യങ്ങളും മണിലാലും അതുപോലെ തന്നെ സുനിലും രാജ്മോഹനൊക്കെ തന്നെ വളരെ ഗൗരവതരമായ കാര്യങ്ങൾ കൊച്ചു പ്രസംഗങ്ങളിൽ അവതരിപ്പിച്ചു. വളരെ 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 ആലോചിക്കേണ്ടതായ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ജനവിധി, ആ ജനവിധിയുടെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുമ്പോൾ കേരളീയ മനസ്സ് എത്രമാത്രം ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനല്ല ഞാൻ. പക്ഷേ നേരത്തെ ഇവിടെ മണിലാൽ പറഞ്ഞു, പ്രതിരോധ മനസ്സ് എന്ന ഒരു കല തീർക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള കൊലകളൊന്നും ഉണ്ടാവില്ല. വളരെ ശരിയാണ്. തൃശ്ശൂർക്കാരൊക്കെ തലകുനിക്കേണ്ട സന്ദർഭമാണ്. നമ്മൾ രാംനാരായണൻ്റെ ആ കൊലപാതകത്തിൽ തൃശ്ശൂർക്കാർ അറിയാത്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അതിജീവിതയുടെ കാര്യം പറഞ്ഞിട്ട് അത് ഏതാണ്ട് ആഘോഷമാക്കുന്ന പോലെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ ആ പ്രതികരണത്തെ കളിയാക്കല്ല ചെയ്യുന്നത് കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അത് അതേപോലെ തന്നെ അതിലും ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം ആണിത്. ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ എന്തുകൊണ്ട് തൃശ്ശൂരിന് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകാതെ പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലായാലും എന്ത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിലായാലും ഇപ്പം ഇല്ലാതെ പോകുന്നത് ഒരു മതനിരപേക്ഷമായ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതങ്ങൾക്കെതിരായിട്ടുള്ളതൊന്നുമല്ല. ഒരു ആധുനികമായ ജനാധിപത്യത്തെ സുസ്ഥിരമാക്കുന്ന ഒരു മനസ്സിൻ്റെ നിർമ്മിതിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മനസ്സിൻ്റെ നിർമ്മിതി നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആത്മീയതയും എല്ലാം നശിച്ചു പോകും. ശബരിമല പ്രശ്നങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം കാവൽക്കാരാണ്. ഇത്തരത്തിലുള്ള വലിയ കൊള്ളകൾക്ക് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആത്മീയതയുടെയൊക്കെ പൊള്ളത്തരം, നമ്മുടെ ഈ ആചാരവാദങ്ങളുടെയൊക്കെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. ഞാൻ ഇതൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനല്ല. ചാക്കോടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്, അദ്ദേഹം കുറേ കാലമായിട്ട് ഇത്തരം ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ, പി ജാനനിയുടെ ജീവചരിത്രം എഴുതുന്ന പ്രവൃത്തിയായാലും അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ മാസ്റ്റർ ഡോക്യുമെൻ്ററി എടുക്കുന്ന പ്രവർത്തനങ്ങളായാലും ഒക്കെ തന്നെ ചാക്കോടി ഒരു പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഈസ്തെറ്റിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചാക്കോടി പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ കുറേ 10 കൊല്ലമായിട്ട് എന്നോട് പറയാറുണ്ട്, കേരളത്തിലെ ഈ സെക്യുലർ മനസ്സുകളെയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി എടുക്കണം എന്നൊക്കെ. ചാക്കോ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡയലോഗുകളുള്ള ഒരു ഡോക്യുമെൻ്ററിക്ക് തയ്യാറെടുക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ, ഒരു കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്തരം ചാക്കോടിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നിൽ ബിന്നിമട്ടി ഉണ്ടായിരുന്നു. ബിന്നിമട്ടി പലപ്പോഴും ഒരു വ്യാപാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സംഘത്തിൻ്റെ നേതാവായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ മുഖ്യധാര പത്രങ്ങൾ നടത്തുന്ന ഗോസിപ്പുകൾ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ബിന്നിമട്ടി ഒരിക്കലും
ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് മറ്റ് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കറിയാം, എൻ്റെ മുന്നിൽ വെച്ച് പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കലാസംരംഭങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവന അദ്ദേഹം നൽകാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പണിയെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി കൂലി കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം വ്യാപാരി വ്യവസായി നേതാവായിരിക്കുമ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പണം പിരിക്കുന്ന ഒരാളായിട്ടില്ല. അങ്ങനത്തെ ഒരു ഇമേജൊക്കെയാണ് നമ്മുടെ പത്രക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ളത്, നമ്മുടെ ചില ആളുകളൊക്കെ. ഞാനിതൊക്കെ അടുത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനിത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ പരിഹസിക്കും. പക്ഷേ അദ്ദേഹം ആ രീതിയിൽ ചില ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കൂടി ഓർക്കുന്നൊരു പരിപാടിയാക്കി ഇത് മാറ്റിയത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് നടത്താൻ കഴിയട്ടെ. കൂടുതൽ മികച്ച കലാപ്രവർത്തനങ്ങൾ, കൂടുതൽ എന്താ പറയുക, കലയുടെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള പശ്ചാത്തല സംവിധാനങ്ങളോടുകൂടി ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾക്ക് നടത്താൻ കഴിയട്ടെ. ചാക്കോടിയുടെ ഈ സംരംഭത്തിന് അത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മകനും എല്ലാവരും ഉണ്ട്. പലപ്പോഴും നമ്മുടെ ആളുകൾ അത്രമാത്രം അതിന് ഗൗരവമായിട്ടെടുക്കില്ല. അത് ആ രീതിയിൽ അതിൻ്റെ ഭാരവാഹികളായിരുന്ന ആളുകൾ, ഇതിൽ ഒരുപാട് ആളുകളുടെ പടമൊക്കെ ഒരുപാട് സ്ഥലത്ത് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു നല്ല ഒരു എന്താ പറയുക, കുറേ കൂടി ഷാർപ്പായിട്ടുള്ള ഒരു ഫെസ്റ്റാക്കി മാറ്റാൻ ഇതിൻ്റെ ഈ പേരച്ചടിച്ച് വെച്ച ഡയറക്ടർമാരാരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് കുറേ കൂടി അർത്ഥവത്തായ രീതിയിൽ ഇത് അടുത്ത കൊല്ലവും തുടർന്ന് നമുക്ക് തുടരാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ നമ്മുടെ ശരിക്കുള്ള ഷെഡ്യൂളിൽ പറയുന്നത് പി ജാനണി സ്മരണ എന്നുണ്ടെന്ന് ഒരുപാട് സമയമെടുക്കും. ഞാൻ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്സിൽ 1 മണിക്കൂർ 10 മിനിറ്റാണ് പി ജാനണി സ്മരണ എനിക്ക് സമയം തോന്നുന്നു. 1 മണിക്കൂറാണ്, 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത് ഞാൻ കൊച്ചിയിൽ. അത് ഫുള്ളായിട്ട് യൂട്യൂബിലുണ്ട്. അത് ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു. MA ബേബി സഖാവ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം അത് ഗംഭീരമാക്കി. അത് ഗംഭീരമായിരുന്നു പറഞ്ഞു. മട്ടാഞ്ചേരി മറക്കാമൊക്കെ പാടിക്കൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. ബിന്ദു എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് തീയ തുടങ്ങുന്നു. പിന്നീട് ഞാൻ വസന്തകാലമേ പാടി തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സ്മരണ ഗംഭീരമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1925 ജനിച്ച പി ജാനണി 1979 മാർച്ച് 14 മരിക്കുന്നത് വരെയുള്ള 54 വർഷം. അപ്പോൾ അത് 1925 2025 അതാണ് ജന്മശതാബ്ദി വർഷമായി മാറുന്നത്. 115 നാടകങ്ങൾ, 70ഓളം സിനിമകൾ, നാടകസ്മരണ, നാടകമേലകം പോലുള്ള പുസ്തകങ്ങൾ, 500ഓളം കവിതകൾ, ഒരുപാട് കഥകൾ, നോവൽ, 2 നോവൽ. ഒരു നോവലാണ് ഈ കോലങ്ങൾ സിനിമ, എൻ്റെ ഗ്രാമത്തിൻ്റെ കഥ. അപ്പം അങ്ങനെയുള്ളൊരു വലിയ പരമ്പരയാണ്. നേരത്തെ പറഞ്ഞ പോലെ അതാത് സമയങ്ങളിൽ ഏറ്റവും പ്രതിരോധം നാടകായുധമാക്കി മാറ്റിയ മനുഷ്യനാണ് പി ജാനണി എന്നത്. അതുപോലെ തന്നെ SL പ്രസദാനന്ദനും KT മുഹമ്മദും പൊൻകുന്നം വർക്കിയും സുരാസുവും ജോൺ അബ്രഹാമും ഒക്കെ ആ ഒരു പരമ്പരയിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഞാനടക്കം നേരത്തെ പറഞ്ഞ ക്രൈസിസ് നേരിടുന്ന ആളാണ്. ഒരുപാട് പൊളിറ്റിക്കൽ സമ്മതമുള്ളൊരു പ്ലേയും കൊണ്ട് നമ്മൾ ഗ്രാമത്തിലൊരു സമിതിയെ സമീപിച്ചാൽ വോട്ട് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞ് എത്രയോ 10-50 നാടകം എൻ്റെ പെട്ടിയിലിരിക്കുന്നുണ്ട്. രക്തസാക്ഷികൾ ആഹ്വാനം എന്ന് പറഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ നാടകമാണ്. ഒരുപാട് പേരോട് സംസാരിച്ചു. തിരിച്ച് അത് എത്ര പ്രകോപിച്ചിട്ടും അതൊന്നൊന്ന് വായിച്ചു നോക്കാന്ന് പറയുന്നത്. എന്താണ് ഈ ടൈറ്റിൽ കാണുമ്പോഴെങ്കിലും ഒന്ന് വായിക്കേണ്ടത്. രക്തസാക്ഷികളുടെ ആഹ്വാനം എന്താണ്? ചാക്യാര് ഇറങ്ങി പുറപ്പെടുന്നതിന് പകരം രക്തസാക്ഷി ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പാർലമെൻ്ററി യുക്തിയിൽ വരുന്ന കോംപ്രമൈസ് തിയറി വന്നു നമ്മൾ അപ്പൊളിറ്റിക്കലാക്കുന്നു, അരാഷ്ട്രീയവാദികളാക്കുന്നു. എന്നാൽ മഹത്തായ കുറേ നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട്. സംവാദമില്ലാത്ത വളരെ ക്രാഫ്റ്റ് വൈസ് അതിഗംഭീരമായ നാടകങ്ങളാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള അതിഗംഭീരമായ നാടകങ്ങൾ നടക്കുന്നൊരു കാലമാണ്. പക്ഷെ പി ജാനണിയുടെ നാടകരചനയിൽ സോക്രട്ടീസ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ നാടകങ്ങളും എക്സ്പെരിമെൻറ്റ്സും ചെയ്തിട്ടുള്ളതാണ് പുള്ളിയുടെ നാടകങ്ങൾ. സോക്രട്ടീസ് മാത്രമാണ് ഗ്രീക്ക് ചിന്തകൻ എന്നുള്ളത്. അത് വിശപ്പായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ആളുടെ ലൈഫുമായിട്ട് കണക്റ്റഡാണ് ഫിലോസഫിക്കലി, യുക്തിവാദം, നിരീശ്വരവാദം എന്നുള്ളത്. കുൽബർഗി കൊല്ലപ്പെട്ടതിന് ശേഷം ഞാൻ എഴുതിയിട്ടുണ്ട് നാടകാന്തം സോക്രട്ടീസ്. പ്രമോദ് പയ്യന്നൂരിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സ്ക്രിപ്റ്റ് ഇരിക്കുന്നു. അത് യുക്തിവാദപരമായ സോക്രട്ടീസിനെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ RSSകാർ കയറി, സംഘപരിവാർ കയറി ആക്രമിക്കുന്നതാണ് അതിൻ്റെ വിഷയം.
ഈ ഏറ്റവും കൂടുതൽ യുക്തിവാദം നിരീശ്വരവാദം ഉണ്ടാക്കിയത് സോക്രട്ടീസാണ്. ആ നാടകം കൂടെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. സത്യത്തിൽ പീജാനിയുടെ കാലത്ത് അങ്ങനെയില്ല. പക്ഷെ സമകാലികമായ ഒരു തിയേറ്റർ കൺസെപ്റ്റിൽ സോക്രട്ടീസ് എടുക്കാൻ തീരുമാനിക്കുന്ന ആ ടീമിനെ സംഘപരിവാർ ആക്രമിക്കുന്നു. എന്താണ് സോക്രട്ടീസ് എടുക്കാൻ കാരണം? അന്ന് നാടകത്തിൻ്റെ ഉള്ളിലെ നാടകമാണ്. PM മാണിയുടെ പേരിലുള്ള ആദ്യത്തെ രചന 2022 പ്രഥമ രചന അവാർഡ് കിട്ടിയ നാടകമാകും നാടകം സോക്രട്ടീസ്. അന്ന് സതീഷ് കെ സതീഷും പ്രിയനന്ദനും സ്വപ്നേഷ് ബാബു അടങ്ങുന്നൊരു പാനലാണ്. 2016 BJ ഫൗണ്ടേഷന് വേണ്ടി എഴുതി കൊടുത്താണ്. 10-30ഓളം സീനുകളുണ്ട്. 2 മണിക്കൂർ നാടകമാണ്. പ്രമോദിന് ഭയങ്കര ഇഷ്ടപ്പെട്ട രചന തന്നെയാണ്. പക്ഷെ പ്രമോദ് പയ്യന്നൂർ വളരെ ഗൗരവപൂർവ്വം നാടകം ചെയ്യുന്ന ഒരാളാണ്. ഭാരതഭവനിൽ കയറിയ ശേഷം പുള്ളിക്ക് സമയമില്ലാണ്ട് പോയി. വളരെ ഗംഭീരമായിട്ട് അത് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഷിമി തിലകൻ അതിൽ റോൾ ചെയ്യാൻ പറഞ്ഞു. സജ്ജിത മഠത്തിലായിട്ട് ചർച്ച ചെയ്തിരുന്നു. രഘുത്തമൻ വലിയൊരു ക്യാൻവാസിൽ പ്രമോദ് പയ്യന്നൂർ അത് ഇത് ചെയ്തു. കാരണം പ്ലാറ്റോ ആവുന്നതും ഈ പറഞ്ഞ തിലകൻ ചേട്ടനാവുന്നതും ഈ രണ്ടുപേരും ഒരാൾ ചെയ്യണം. സോക്രട്ടീസും പീജാനിയും ഒരാൾ ചെയ്യണം. സന്ദീപി വേറൊരു പെണ്ണ് വേണം, സോക്രട്ടീസിൻ്റെ ഭാര്യ. പിന്നെ ആന്റണി ചേച്ചിയുടെ ഭാര്യ നമ്മുടെ മേരി ആന്റണി. അപ്പം അങ്ങനെ ഒരു 10-30ഓളം പേരടങ്ങുന്ന ഒരു സ്ക്രിപ്റ്റാണത്. അപ്പോൾ ഇങ്ങനെയുള്ള രചന നമ്മൾ എഴുതുമ്പോഴും അത് നടക്കാതെ പോകും. മരിക്കുന്നതിന് മുമ്പ് നടക്കുമായിരിക്കും. നമ്മൾ പീജാനി വീണ്ടും വീണ്ടും തൊടുമ്പോൾ ഞങ്ങളുടെ മണ്ണ് ഒരു കണ്ടംപററി തിയേറ്ററിൻ്റെ മുന്നണി പോരാളിയാണ്. സോക്രട്ടീസ് ഞാൻ പറഞ്ഞില്ലേ ഗ്രീക്ക് ഫിലോസഫനാണ്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞു നോക്കൂ. പുള്ളിയുടെ ചക്രായത് എടുത്ത് നോക്കൂ. ഏറ്റവും ലോകത്തിൻ്റെ സറിയലിസ്റ്റിക് ആയിട്ടുള്ള രംഗഭാഷയാണ്. ശവക്കല്ലറയുടെ മുകളിൽ നിന്നിട്ട്, അതും ആശാന്റെ ശവക്കല്ലറയുടെ മുകളിൽ നിന്ന് അടിയോട് നൃത്തം ചെയ്യാൻ പറയുന്ന മീഡിയ ക്യാമറയൊക്കെ അന്നേ ഉണ്ട്. 60കളിൽ എഴുതിയ നാടകത്തിൽ അന്ന് ക്യാമറ യൂണിറ്റ് ഉണ്ട്, ഡോക്യുമെന്റ് ചെയ്യുന്നു. നിങ്ങൾ നൃത്തം ചെയ്തോ, നിങ്ങൾക്ക് നാഷണൽ അവാർഡ് മേടിച്ചു തരാമെന്ന് പറയുന്നു നടിയോട്. അങ്ങനെ ആശാന്റെ നഞ്ഞത്ത് കയറി നൃത്തം ചെയ്യുന്നു. ചക്രായുധ അതിഗംഭീരമായ നാടകമാണ്. കാഴ്ചബംഗ്ലാവ് സറിയലിസത്തിൻ്റെയാണ്. പ്രളയം, അതിലെ കഥാപാത്രങ്ങളായ ക്രിസ്തു, ബുദ്ധൻ, കൃഷ്ണൻ, ഇങ്ങനെയുള്ള ഭയങ്കര ഞാൻ നേരത്തെ അന്നത്തെ കൊച്ചി ടോക്കിൽ പറഞ്ഞ പ്രളയം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഈശ്വരൻ അറസ്റ്റിൽ NN പിള്ള എഴുതുന്നത്. അപ്പോൾ വലിയൊരു പരമ്പരയുടെ എല്ലാ രംഗഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടകകൃത്തായിട്ടുള്ള പീജാനിനെയാണ് നമ്മളിന്ന് സമകാലിക നാടകവേദി ചെയ്യുന്നവർ. ഇന്നത്തെ സമകാലികമായ ഇപ്പോൾ മണിലാലും ഒക്കെ പറയുന്ന വിഷയം എന്താണ് നമുക്കൊരു സ്ട്രീറ്റ് പ്ലേ ആക്കാൻ പറ്റാത്തത്? മധുമരിച്ചപ്പോൾ ചില സ്ട്രീറ്റ് പ്ലേകളൊക്കെ വന്നു. അത് സംഘപരിവാർ പോലും ചേർപ്പിൽ ബ്ലാക്ക് തിയേറ്ററിൽ സ്ട്രീറ്റ് പ്ലേ ചെയ്തു. കാരണം ഇടതുപക്ഷം ഭരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി മധുവിൻ്റെ മരണം എടുത്ത് അവരാണ് ഉപയോഗിച്ചത്. നമുക്ക് പലപ്പോഴും ഈ സ്ട്രീറ്റ് പ്ലേകൾ ഇല്ലാതെ പോകുന്നു. തെരുവിൽ ഒരുപാട് മോബ് ഷോ പോലെ കാര്യങ്ങൾ നടക്കുമ്പോഴും പെർഫോമൻസ് ലെവലിൽ ഈ ഓഡിയൻസിൻ്റെ ഹാർട്ടിലേക്ക് എത്തുന്ന നാടകം എന്ന് പറയുന്ന സംഭവമാണ്. ആ നാടകം ഏറ്റവും ശക്തമായി ഉപയോഗിച്ചാണ് പീജാനി എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള ഈ അവാർഡിൻ്റെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് ആണ് നമ്മൾ വിജയൻ സ്മരണ. പിന്നെ നമ്മുടെ മറ്റേ യൂട്യൂബിൽ 3-4 വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാതിരിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ 15 വയസ്സ് എന്തുകൊണ്ട് ഇദ്ദേഹം പള്ളി നിഷേധിച്ചു എന്നുള്ളത് ഞാൻ പഠിച്ചപ്പോഴാണ്. ഞാൻ 15 വയസ്സ് കഴിഞ്ഞ് പള്ളി പോകാത്ത ഒരാളാണ്. ഞാൻ ഏത് വേദിയിലും പറയും 15 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഗുഡ് ബൈ പറഞ്ഞ. SFIയിൽ വർക്ക് ചെയ്തുകൊണ്ടൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നുമില്ല. പള്ളിയുടെ ചില കാര്യങ്ങൾ ശരിയില്ലാന്ന് തോന്നി, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലാന്ന് തോന്നി. എന്നിട്ട് 67 വയസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലേ. പള്ളിയിൽ പോകുന്നവരും അല്ലാത്തവരും പാർട്ടിക്കാരും ഒക്കെ എൻ്റെ കൂടെയുണ്ട്. സെക്യുലർ എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഡേവിസ് പറഞ്ഞ ഡോക്യുമെൻ്ററി നമ്മൾ നേരത്തെ 2 കൊല്ലമായിട്ട് ചെയ്യണം എന്നുള്ള ഡേവിസിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് തുടക്കം കുറിക്കേണ്ടത്. അത് ചെയ്തിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പീജാനി ഫെസ്റ്റിവലിൽ നമ്മളത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡോക്യുമെൻ്ററി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. എനിക്ക് ഈ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് വേണം എന്നുള്ള ആഗ്രഹം. അപ്പം നമ്മൾ അളവികം കണ്ടാൽ അറിയാം. അത്രയധികം ഷോർട്സ് വേണം. പ്രൊഫസർ അരവിന്ദാക്ഷൻ എടുക്കുമ്പോൾ അത് എല്ലാ ജില്ലകളിലും കറങ്ങി ഒരു മനുഷ്യൻ 85-90 വയസ്സ് വരെ ജീവിച്ച ആൾക്ക് 90 മിനിറ്റെങ്കിലും ഡോക്യുമെൻ്ററി ഇല്ലെങ്കിൽ എന്തിനത് എടുക്കുന്നതെന്നുള്ളതാണ്. ആ ഡോക്യുമെൻ്ററി എടുത്തതിന് ശേഷം ഒരു കൈരളി ചാനലിൽ നിന്ന് തോന്നുന്നത് 24 മിനിറ്റായിട്ടൊന്ന് മുറിച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ മനുഷ്യന് വെട്ടിമുറിക്കാൻ പറ്റില്ല, നിങ്ങൾ 2-3 എപ്പിസോഡായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഒരു രീതി ലോങ് ഡോക്യുമെൻ്ററികളാണ്. അത് ഡോക്യുമെൻറ്റേഷനാണ്, അത് അവിടെ എടുക്കുന്നതാണ്. സഖാവ് നാരായണേട്ടൻ ചെയ്യുമ്പോൾ 60 മിനിറ്റ്, സാതീശൻ ചെയ്യുമ്പോൾ അദ്ദേഹം എവിടെയൊക്കെയാണ് മേളപ്രമാണി അവിടെയൊക്കെ നേരം വിളിക്കുമ്പോൾ നിന്ന് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ 66 മിനിറ്റാണ് ജയരാജ് വാരും കുട്ടന്മാരെത്തിയത്. എനിക്ക് അങ്ങനെ 10 മിനിറ്റ് 5 മിനിറ്റ് എന്നുള്ള രീതി പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ധാരാളം മെറ്റീരിയൽസ് എടുക്കും, അങ്ങനെയാണ് പകർത്തേണ്ടത്. അതിൽ ചെയ്തിരിക്കും. നന്ദി പറയാനായിട്ട് ഡോക്ടർ ശ്രീജ KT വിളിക്കുന്നു.
വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡോക്യുമെൻ്ററി സ്ക്രീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ 2 ഡോക്യുമെൻ്ററി ഉള്ളത് തീർച്ചയായിട്ടും കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ